വിഷമിച്ചിരിക്കണേ? അതെ, അച്ഛനും അമ്മയും കൂടെ ഭയങ്കര വഴക്ക്. എന്ത് വഴക്ക്? ഇന്നലെ ഒരാള് വന്നില്ലേ ഇവിടെ അച്ഛനെ തിരക്കി. അയാൾ എന്തിനാ വന്നതെന്ന് അറിയോ? എന്തോ അച്ഛൻ അയാളെന്തോ ലോൺ എന്തോ എടുക്കണ്, അതിൽ അച്ഛൻ ജാമ്യത്തിന് നിൽക്കണോന്ന് പറയാൻ വേണ്ടിട്ടാണ് വന്നത്. എന്നിട്ട് അച്ഛൻ എന്തോ പറഞ്ഞു? അച്ഛൻ കയറിയേക്കുകയും ചെയ്തു. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാല്ല. എന്ത് വന്നാലും ആരെന്ത് ചോദിച്ചാലും നോ എന്ന് പറയാനെന്ന് അച്ഛൻ അറിഞ്ഞൂടാ. അച്ഛന്റെ പ്രകൃതമാണല്ലോ. അച്ഛനങ്ങ് കയറിയേറ്റു. എന്നിട്ട് എന്തോന്ന് ഇപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ വഴക്ക്. എടി ഇതൊക്കെ ഏറ്റു കഴിഞ്ഞാൽ തലയിലാവും കേട്ടാ. പിന്നെ ഒന്നാമത് അത് എത്രയോ തുകയാന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് എങ്ങാനും ആ പുള്ളിക്കാരെ അടച്ചില്ലെങ്കിൽ അച്ഛൻ അടയ്ക്കേണ്ടി വരും. നമ്മുടെ ഈ സിറ്റുവേഷനിൽ അച്ഛനും അവര് വള്ളിക്കേസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വയ്യ എനിക്ക്. നീ പറഞ്ഞു കോംപ്രമൈസ് ചെയ്തത്? ഞാന് എനിക്കങ്ങ് വയ്യ. നമുക്ക് പോയി സംസാരിക്കാം. നീ വാ. ഞാൻ അയാൾക്ക് പറഞ്ഞു പോയില്ലേ മണി, അതുകൊണ്ടല്ലേ. ഈ പറഞ്ഞു പോയി കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ. വാക്ക് മാറ്റി പറയാൻ പറ്റണം. അപ്പൊ വിശ്വാസം വഞ്ചനയല്ലേ മണി? എന്തൊന്നും വിശ്വാസം വഞ്ചന എപ്പോഴും കോമൊക്കെ നിങ്ങളെ. നിർത്ത്. അച്ഛാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അറിഞ്ഞോണ്ട് കുഴി ചാടുന്നത് ശരിയല്ല. ലോൺ എടുക്കാൻ കാണിക്കുന്ന ആവേശം അത് അടയ്ക്കാൻ തിരിച്ച് കാണിക്കില്ല. അത് മനസ്സിലാക്കാതെയും. അതല്ല ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രവിയേട്ടാ, മനസ്സിലാക്ക്. മക്കളെ, അയാളൊരു പാവം മനുഷ്യൻ. ഞാൻ പറഞ്ഞു, എനിക്ക് അയാളുടെ മുഖത്തൊക്കെ പറയാൻ പറ്റൂല. ഇനി അച്ഛൻ ആരെ പേടിക്കുന്നേ? പേടിയല്ല അത്. ഞാൻ അയാൾക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മുഖത്ത് നോക്കിയിട്ട് ജാമ്യം നിൽക്കാൻ പറ്റൂലെന്നങ്ങ് പറയണം. അത്രേ ഉള്ളൂ. എനിക്കത് പറ്റൂല. അല്ലെങ്കിൽ എന്താ ചെയ്യും മണി? അച്ഛാ ഓ, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്നാണ്? അച്ഛ ഒരു കാര്യം ചെയ്യ്. അച്ഛ ഒരാഴ്ച അയാൾക്ക് പിടികൊടുക്കാതെ ഒന്ന് മുങ്ങി നടക്ക്. അയാൾ ഫോൺ വിളിച്ചാലും അച്ഛൻ എടുക്കാൻ നിൽക്കണ്ട. അപ്പൊ അയാൾ വിചാരിച്ചോളും അച്ഛ അയാളെ തേച്ചെന്ന്. അങ്ങനെ അയാളങ്ങ് പൊക്കോളും. അതൊന്നും പറ്റൂല. ഇവള് പറയുന്നതിന് കാര്യമുണ്ട്. ഒന്നേ അച്ഛൻ മുങ്ങണം, അല്ലെങ്കിൽ പൊങ്ങണം. പൊങ്ങണോ? എന്ത് വേണോന്ന് അച്ഛൻ ആലോചിച്ചിട്ട് പറ. മുങ്ങണോ പൊങ്ങണോ? പൊങ്ങണമെന്ന് വെച്ചാ ഒന്നെങ്കിൽ പുള്ളിക്കാരുടെ അടുത്ത് ഒന്ന് കാര്യം പറയണം. എനിക്ക് പറ്റൂല. അത് പറ്റൂലല്ലോ. അപ്പൊ പിന്നെ എന്ത് വേണം? പിടികൊടുക്കാതെ നടക്കാല്ലേ? അച്ഛനെ കൊണ്ട് അതേ പറ്റൂ. അതേ പറ്റൂ. ഓക്കെ അല്ലേ? തീർന്നു ഇവിടെ വഴക്ക്. ശരി, ഇനി വഴക്കുണ്ടാക്കല. സമാധാനം. ഇല്ലില്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.